കിട്ടി. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്ന ഹലോ നെയിം ജാഫറും മെസ്സേജ് ഈക്വൽ ടു ഹലോ നെയിം. അപ്പോൾ എനിക്ക് വേണ്ട മെസ്സേജ് ഹലോ ജാഫർ ഗുഡ് മോർണിംഗ്, ഇതാണ് എനിക്ക് ഉണ്ടാക്കേണ്ട മെസ്സേജ്. ഓക്കെ, അതെനിക്ക് പ്രിൻ്റ് ചെയ്യണം. ഇതാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഹലോ ജാഫർ ഗുഡ് മോർണിംഗിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സ്ട്രിംഗ് കോൺകാറ്റനേഷൻ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി സിമ്പിൾ സിൻടാക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പൈത്തണിൽ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഒന്ന് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുള്ള, അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പൊസിഷണൽ ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം ഞാൻ സ്റ്റുഡൻറ്റ് നെയിം ഈക്വൽ ടു ലെറ്റ്സ് ജാഫർ, ഏജ് ഈക്വൽ ടു 37. ഓക്കെ, എനിക്ക് വേണ്ട മെസ്സേജ് ഹലോ ഐ എം ജാഫർ, ഐ എം 37 years old. ഇതാണ് എനിക്ക് വേണ്ട മെസ്സേജ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താണ്? എനിക്കിങ്ങനെ ഇപ്പം ഞാൻ പ്രിൻ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഞാൻ ഒന്നുകിൽ ഞാൻ ഒരു മെസ്സേജ് ആക്കിയിട്ട് എം ഈക്വൽ ടു ഹലോ ഐ ആം, ദെൻ ഞാൻ എന്ത് ചെയ്യണം? ഈ സ്റ്റുഡൻറ്റ് നെയിമിനെ കോൺകാറ്റനേറ്റ് ചെയ്യണം, പ്ലസ് ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യണം. ഐ ആം, പിന്നെ ഇവിടെ ഏജ് എന്ന് പറയുന്നത് 37 ആണ് അല്ലേ? അപ്പോൾ 37 എന്നുള്ളത് ഇൻഡിജറാണ്, എനിക്ക് ആദ്യം സ്ട്രിങ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ str ഓഫ് ഏജ്, വീണ്ടും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് മെസ്സേജ് നമുക്ക് കിട്ടി. ഇതേ സംഭവം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ സിൻടാക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ എം ഈക്വൽ ടു, നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ആദ്യം നമുക്ക് ആദ്യത്തെ ഒരു മെത്തേഡ് നോക്കാം. നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഞാൻ ഈ സ്ട്രിങ് ഇതേപോലെ തന്നെ ഞാൻ കൊടുക്കുകയാണ്, ഹലോ ഐ ആം, എന്നിട്ട് ഇവിടെ ഞാനൊരു കേളി ബ്രേസ് കൊടുത്തിട്ട് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ ഞാൻ യെസ് നെയിം, സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് യെസ് നെയിം, പിന്നെ നമുക്കുള്ളത് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഐ ആം, പിന്നെ എനിക്ക് വേണ്ടത് എൻ്റെ ഏജാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഏജിന് വേണ്ടി ഞാൻ ലെറ്റ്സ് എ എന്നുള്ള വേരിയബിൾ കൊടുക്കുകയാണ്. ഓക്കെ, എന്ത് വേരിയബിൾ നെയിം നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്കി ഞാൻ സ്പേസ് എടുത്തിട്ട് ഇയേഴ്സ് ഓൾഡ്. നമ്മളൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് വേണ്ട ഡാറ്റ വേണ്ട സ്ഥലത്ത് കേളി ബ്രേസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു വേരിയബിൾ നെയിം കൊടുത്തും ചെയ്തു. ഡാറ്റ വേണ്ട സ്ഥലത്ത് ഒരു കേളി ബ്രേസ് എടുത്തിട്ട് വേരിയബിൾ നെയിം കൊടുത്തു. ബാക്കി സെൻറ്റൻസ് നമ്മൾ ഒറ്റ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ, ഒറ്റ ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യാം? ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോർമാറ്റിൻ്റെ കൂടെ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ വേരിയബിളിനും വാല്യൂ കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള s_ നെയിം ഈക്വൽ ടു എന്തിനെ, ഇതിൽക്ക് എന്താണ് വാല്യൂ വേണ്ടത്? നമ്മൾ വേണ്ടത് സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സ്റ്റുഡൻറ്റ് നെയിം കോമ എ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ്സ് വേണ്ട വാല്യൂ എന്താണ്? ഏജ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇപ്പം എന്ത് സംഭവിച്ചേ? നമ്മൾ ഒറ്റ സ്ട്രിങ് ആയിട്ട് എല്ലാം കൂടെ കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഡോട്ട് ഫോർമാറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ച വേരിയബിൾ നെയിമിനുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ വെച്ചുകൊണ്ട് ഈ സ്ഥലത്ത് വാല്യൂവിനെ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ആക്ച്വൽ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കും.
നമുക്ക് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിനെ കമൻറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് അതേ റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഈ മെത്തേഡിനാണ് നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കേർലി ബ്രേസ് ഉപയോഗിച്ചാണ് ഒരു ആർഗ്യുമെന്റ് കൊടുക്കും. ആ ആർഗ്യുമെന്റിന് നമ്മൾ ഇവിടെ ഡോട്ട് ഫോർമാറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് ആ ഫോർമാറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ ആർഗ്യുമെന്റിനും അതിന് എന്താണോ വാല്യൂ വേണ്ടത് ആ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ് ഉള്ളത്. ഇത് പൈത്തണിന്റെ പഴയ വേർഷൻ മുതലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡോട്ട് ഫോർമാറ്റ്. സ്ട്രിംഗ് ഡാറ്റ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഡോട്ട് ഫോർമാറ്റ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഇതിന് വേണമെങ്കിൽ ഒരു വേരിയബിൾക്ക് ആക്കാനും പറ്റും. അപ്പോൾ ഞാൻ മെസ്സേജ് ടെംപ്ലേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ, സെപ്പറേറ്റ് വേരിയബിൾ ആക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് എനിക്കിവിടെ ഈ മെസ്സേജ് ടെംപ്ലേറ്റ് ഡോട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ട് അതിനെ ഡോട്ട് ഫോർമാറ്റ് തന്നെ കൊടുക്കുന്നതെല്ലാം ഈക്വൽ ആണ്. രണ്ടും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, ഇതിൽ പൊസിഷണൽ ആർഗ്യുമെന്റ് എന്ന് പറയാനുള്ള കാരണം നമുക്ക് വേണ്ട പൊസിഷൻസിൽ നമുക്ക് ആർഗ്യുമെന്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് ഡോട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഓരോ ആർഗ്യുമെന്റിനും വാല്യൂ കൊടുക്കാൻ പറ്റും. ഇതാണ് പൊസിഷണൽ ആർഗ്യുമെന്റ് മെത്തേഡ്. പിന്നെ മറ്റൊരു മെത്തേഡ് ഉള്ളത് എഫ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എഫ് സ്ട്രിംഗ് എന്ന് പറയുന്നത് പക്ഷെ ഇത് പൈത്തൺ 3.6 മുതലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. 3.6 അതിൻ്റെ ശേഷമുള്ള വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിൻടാക്സ് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പഴയ വേർഷനിലുള്ള പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിൻടാക്സ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാം, m = ഇപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഞാനിവിടെ കൊടുക്കുകയാണ് ഹലോ ഐ ആം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പിന്നെ നമ്മൾ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ ഇട്ട് കൊടുക്കണം. സ്മോൾ ലെറ്റർ എഫ് എന്നുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട ഈ വേരിയബിൾ നമുക്കിവിടെ ഡാറ്റ ഡൈനാമിക് ആയിട്ട് വേണ്ട സ്ഥലത്ത് നമുക്കിവിടെ ഡയറക്റ്റ് വേരിയബിൾ നെയിം തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ് നെയിം തന്നെ പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ നമ്മളിവിടെ നമ്മളായിട്ട് പുതിയ വേരിയബിൾ നെയിം കൊടുത്തു, എന്നിട്ട് നമ്മൾ ഫോർമാറ്റിൻ്റെ ഉള്ളിൽ ഓരോ വേരിയബിളിനും വാല്യൂ നമ്മൾ പാസ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമ്മൾ നേരത്തെ മേലെ ഡിക്ലെയർ ചെയ്ത എല്ലാ വേരിയബിളും ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്നിട്ട് ഞാനിവിടെ ഏജ് കൊടുത്തു യെസ് ഓൾ. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡോട്ട് ഫോർമാറ്റ് എന്നോ അല്ലെങ്കിൽ അതിനുള്ളിൽ വാല്യൂ ഒന്നും പാസ് ചെയ്യണ്ട. അവിടെ എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വേരിയബിൾ നെയിം സ്ട്രിങ്ങിന്റെ മിഡിലായിട്ട് നമുക്ക് എവിടെയാണോ ഏത് പൊസിഷനാണോ വേണ്ടത് അവിടെ കേർലി ബ്രേസിൽ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പ്രിന്റ് എന്നെല്ലാം പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഇവിടെ എനിക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി, ഇവിടെ നമ്മൾ ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്നു, ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. രണ്ടും നമുക്ക് കിട്ടുന്ന ഒരേ റിസൾട്ടാണ്. അപ്പോൾ ഈ ഡോട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എഫ് സ്ട്രിംഗ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്ട്രിങ്ങിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എഫ് എന്നുള്ളത് ഇട്ട് കൊടുക്കാം, സ്മോൾ ലെറ്റർ എഫ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊസിഷണൽ വേരിയബിൾസ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സ്ട്രിംഗ് ആക്കിയിട്ട് മാറ്റും. ഇതിനാണ് നമ്മൾ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പൈത്തണിൽ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്, സ്ട്രിംഗ് ഫോർമാറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്.